വെൽക്കം ടു ഐന്യൂസ് ടേസ്റ്റി കോർണർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കുന്നത് സദ്യയിലെ പ്രധാനപ്പെട്ട 16 വിഭവങ്ങളടങ്ങിയ ഒരു കംപ്ലീറ്റ് ഓണസദ്യയാണ്. ഇന്ന് നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച ഒരു ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് 200 ഗ്രാം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ചുരുണ്ടി തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു ചട്ടി വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ സ്ലൈസ് ചെയ്ത് ഇഞ്ചി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് 12 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തതും പിന്നെ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറിയിൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഇഞ്ചിക്കറിക്ക്. ഇനി നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1 കപ്പ് തേങ്ങ ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി വറുത്തെടുത്ത തേങ്ങയിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചത് ഇഞ്ചിയും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം. അതിനായിട്ടൊരു ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി അരച്ചതും പിന്നെ പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം 1 കപ്പ് വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പും
1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ടും തിളച്ച് കുറുകി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. അച്ചാർ തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ ഞാൻ 1/2 കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി മാങ്ങയുടെ തൊലിയൊന്നും കളയാതെ ചെറിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി അരിഞ്ഞെടുത്ത മാങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവായും ചേർത്ത് കൊടുക്കാം. ഇനി കടുകും ഉലുവയും ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി, പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് മാങ്ങ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാങ്ങ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് കറി നാരങ്ങ അച്ചാറാണ്. ഇനി അച്ചാർ തയ്യാറാക്കാനായിട്ട് 1/2 കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ നാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവായും ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 1/2 കപ്പ് വെളുത്തുള്ളിയും 1/4 കപ്പ് ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലോട്ട് 20 പച്ചമുളക് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം.
ശേഷം ഇതിലേക്ക് അരിഞ്ഞെടുത്ത നാരങ്ങയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4 മിനിറ്റ് ആയപ്പോഴേക്ക് നാരങ്ങ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചടിയാണ്. അതിനായിട്ടൊരു ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ചെറിയുള്ളി കട്ട് ചെയ്തത്, പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നരച്ചെടുത്തത് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് തേങ്ങയിൽ 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം 1 കപ്പ് തൈരും പിന്നെ 1 ടീസ്പൂൺ കടുക് പൊടിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് കാബേജ് തോരനാണ്. തോരൻ തയ്യാറാക്കാനായിട്ട് മീഡിയം സൈസിലുള്ള ഒരു കാബേജ് ചെറുതായിട്ടൊന്നരിഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്നരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് തേങ്ങ എന്നിവ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം ഇതിലോട്ട് മിക്സ് ചെയ്തെടുത്ത കാബേജ് ചേർത്ത് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 4 മിനിറ്റ് ആയപ്പോഴേക്ക് കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അതിനായിട്ടൊരു കടായി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ശേഷം കുറച്ച് കറിവേപ്പില, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വേകാൻ ആവശ്യമായ വെള്ളം ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം 1/2 കപ്പ് തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 6 ചെറിയുള്ളിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. ഇനി അടപ്പ് തുറന്ന് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് പച്ചടിയാണ്. അതിനായിട്ടൊരു ചെറിയ ബീറ്റ്റൂട്ടിൻ്റെ പകുതി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പിന്നെ വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീറ്റ്റൂട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടി തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ശേഷം 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് 2 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ 2 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തതും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ബീറ്റ്റൂട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ 1 കപ്പ് തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ മധുരക്കറിയാണ്. അതിനായിട്ടൊരു കുക്കറിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എന്നിവ ചേർത്ത് കുക്കറിൽ 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം. ഇനി പൈനാപ്പിൾ വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ എന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ മധുരക്കറി തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് വേവിച്ചെടുത്ത പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി അതിൽ നിന്ന് കുറച്ച് പൈനാപ്പിൾ എടുത്ത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ച് അതും ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലോട്ട് ഉരുക്കിയെടുത്ത ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കര ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് മുന്തിരിങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി താളിക്കാനായിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കാം. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ഓലനാണ്. അതിനായിട്ട് 500 ഗ്രാം കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ കുമ്പളങ്ങയുടെ പുറത്തെ തൊലിയും അകത്തെ കുരു ഒന്ന് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം ഒരു കുക്കർ വെച്ച് അതിലേക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്ത 2.5 ടേബിൾ സ്പൂൺ വൻപയർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേകാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കുക്കറിൽ 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വൻപയർ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ടൊരു കടായി വെച്ച് അതിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ശേഷം 2 പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് രണ്ടാം പാല് എന്നിവ ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഇതിലോട്ട് നേരത്തെ വേവിച്ചെടുത്ത വൻപയർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുമ്പളങ്ങയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി കറി തിളച്ച് വരുന്നതിന് മുമ്പ് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ്. അതിനായിട്ട് 350 ഗ്രാം ചേനയും ചെറിയ 2 ഏത്തക്കായുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് കടലയൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു കുക്കർ വെച്ച് അതിലേക്ക് വാഷ് ചെയ്തെടുത്ത കടല ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്ത 1/2 കപ്പ് കടലയാണ്.
പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേകാൻ ആവശ്യമായിട്ടുള്ള 1.5 കപ്പ് വെള്ളവും ചേർത്ത് കുക്കറിൽ 5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിലെ പ്രഷർ ഫുള്ളും പോയി കടല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് കട്ട് ചെയ്തെടുത്ത ചേനയും പിന്നെ ഏത്തയ്ക്കായും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില, പിന്നെ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അടച്ചൊന്ന് വേകാനായിട്ട് വെക്കാം. ഇനി കഷ്ണങ്ങൾ വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നും പിന്നെ 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം നമുക്കിതിലോട്ട് 2 കപ്പ് തേങ്ങ ചേർത്ത് തേങ്ങയൊന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 1/3 ഭാഗം തേങ്ങ എടുത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം. ശേഷം നമുക്കിതിലോട്ട് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ വേവിച്ചെടുത്ത കടലയും ഒരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നേരത്തെ വറുത്തെടുത്ത തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ മെയിൻ ഐറ്റമായ പരിപ്പ് കറിയാണ്. അതിനായിട്ടൊരു കുക്കറിൽ വാഷ് ചെയ്തെടുത്ത 1 കപ്പ് തോരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ നെയ്യ്, കുറച്ച് കറിവേപ്പില, പിന്നെ വേകാൻ ആവശ്യമായ 2.5 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് കുക്കറിൽ 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങയും 3 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ശേഷം നമുക്കിതിലോട്ട് തേങ്ങ അരച്ചതും
പിന്നെ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയുള്ളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മോരുകറിയാണ്. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവായും ചേർത്ത് കൊടുക്കാം. ശേഷം 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 2 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും പിന്നെ 3 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കപ്പ് തൈരിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ഇനി തൈര് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി മോരുകറി ഒന്ന് തണുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ്. അതിനായിട്ട് ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു കുക്കർ വെച്ച് അതിലേക്ക് കഴുകിയെടുത്ത 1/4 കപ്പ് തോരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കതിലേക്ക് 5 പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ അമരയ്ക്ക കട്ട് ചെയ്തത്, പിന്നെ ഒരു സവാള കട്ട് ചെയ്തത്, 1/2 കപ്പ് ചെറിയുള്ളി, പിന്നെ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം,
പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിലെ പ്രഷർ ഫുള്ളും പോയി പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി വെജിറ്റബിൾസ് എല്ലാം വേകുന്ന സമയം കൊണ്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് വെണ്ടയ്ക്കയും തക്കാളിയും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കുക്കറിലെ പ്രഷർ ഫുള്ളും പോയി വെജിറ്റബിൾസൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് പുളിവെള്ളവും പിന്നെ നേരത്തെ വഴറ്റിയെടുത്ത വെണ്ടയ്ക്കയും തക്കാളിയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി താളിപ്പിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. ആദ്യം നമുക്കൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കാഷ്യൂനട്ട് ഉണക്കമുന്തിരി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയും ബാലൻസ് വന്ന നെയ്യിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. പായസം തയ്യാറാക്കാനായിട്ട് 150 ഗ്രാം സേമിയയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സേമിയ ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് 1 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു 10 മിനിറ്റും കൂടി പാലൊന്ന് തിളപ്പിച്ചെടുക്കാം.
ശേഷം നമുക്ക് വറുത്തെടുത്ത സേമിയ ചേർത്ത് കൊടുക്കാം. എട്ട് മിനിറ്റ് ആയപ്പോഴേക്ക് സേമിയ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 ലിറ്റർ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പായസം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഏലക്ക പൊടിച്ചതും പിന്നെ കാഷ്യൂനട്ട് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പായസം നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. അടുത്തത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയിലെ മെയിൻ ഐറ്റമായ അടപ്രഥമനാണ്. ആദ്യം നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അട കട്ട പിടിക്കാതിരിക്കാനായിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് കഴുകിയെടുത്ത അട ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ട് ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ അട വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് 350 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ശേഷം ഒരു പാത്രം വെച്ച് അതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിയും വറുത്തപ്പോൾ ബാലൻസ് വന്ന അതേ നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് ഉരുക്കിയെടുത്ത ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത അട ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇനി വരട്ടിയെടുത്ത അട നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 കപ്പ് 3/4 പാൽ ചേർത്ത് കൊടുക്കാം. ഇനി 3/4 പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വെള്ളത്തിൽ കുതിർത്തെടുത്ത 2 ടേബിൾ സ്പൂൺ ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇനി ചവ്വരി ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക്
3 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. ഇപ്പോൾ പായസം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലോട്ട് നേരത്തെ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലോട്ട് 1/2 കപ്പ് ഒന്നാം പാലും പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പായസം തിളച്ച് വരുന്നതിന് മുൻപ് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അവസാനം തയ്യാറാക്കുന്നത് പച്ചമോരാണ്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് 2 ചെറിയുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, എരിവിന് ആവശ്യത്തിന് 1 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. പച്ചമോര് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് തൈരും പിന്നെ അതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പച്ചമോര് റെഡി ആയിട്ടുണ്ട്.